Hi future doctors, 5 years of hard work and 50 years of freedom. അതായത് നമ്മൾ ഇപ്പോൾ നീറ്റ് എക്സാമിന് വേണ്ടി പഠിക്കുന്ന, അതിനുശേഷം നമ്മൾ നമ്മുടെ MBBSന് വേണ്ടി ചെലവഴിക്കുന്ന ആ സമയം, അത് മാത്രമായിരിക്കും നമ്മൾ കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യുന്ന സമയം. അതിനുശേഷം മക്കളൊരു നല്ല വെൽ സെറ്റ് കരിയറിലേക്ക്, നല്ലൊരു ഫ്യൂച്ചറിലേക്ക് എത്തുമ്പോൾ യു വിൽ ബി ലൈക്ക് താങ്കിങ് യുവർ സെൽഫ് ദാറ്റ് നിങ്ങൾ ഈ സമയം ഒന്നും വേസ്റ്റ് ചെയ്തില്ലല്ലോ, അടിപൊളിയായിട്ട് പഠിച്ചില്ലല്ലോ. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ താങ്ക് ചെയ്യണ്ടേ, നിങ്ങൾക്ക് ഗിൽറ്റ് ഫ്രീ ആയിട്ട് ഒരു റീഗ്രറ്റ്സും ഇല്ലാതെ നിങ്ങളുടെ ലൈഫ് ജീവിക്കണ്ടേ. യെസ് മൈ ചിൽഡ്രൻ, സോ മൈ ഫ്യൂച്ചർ ഡോക്ടേഴ്സ്, ഇനിയും നമ്മൾക്ക് സമയമുണ്ട്. ഇനി അങ്ങോട്ടാണെങ്കിലും നമുക്ക് പഠിച്ചു തുടങ്ങാം. നമ്മളുടെ സിലബസ് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാം. യു ഡോണ്ട് ഹാവ് ടു വറി, ബിക്കോസ് നിങ്ങളുടെ നീറ്റ് എക്സാം എന്ന് പറയുന്നത് നാളെ അല്ല, അല്ലേ? വി ഹാവ് എ ലോട്ട് ഓഫ് ടൈം ടു ഗോ, ലോങ് വേ ടു ഗോ. ഇനി ആണെങ്കിലും നമുക്ക് പഠിച്ച് സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമുണ്ട്. അപ്പം ഇത് നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണ്? വെൻ വി ആർ ഹാഫ് വേ ത്രൂ അവർ നീറ്റ് പ്രിപ്പറേഷൻ ആൻഡ് യു ഫീൽ ദാറ്റ് യു ആർ അറ്റ് സീറോ ലെവൽ, നിങ്ങൾ ഒന്നിലും എത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഇനി അങ്ങോട്ട് പഠിക്കണം? ഓക്കെ, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ബാക്ക്ലോഗ്സ്. നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ് പെൻഡിങ് ചാപ്റ്റേഴ്സ്. ഇതുവരെ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു, അല്ലെ? ഞാൻ അതൊന്നും വൃത്തിയായി പഠിച്ചിട്ടില്ല, അപ്പോൾ എനിക്ക് കുറേ പെൻഡിങ് ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇതിങ്ങനെ പെൻഡിങ് എന്ന് ആലോചിച്ച് അതിനെക്കുറിച്ച് ക്ലാസ് കാണുമ്പോഴും അതിനെക്കുറിച്ച് ആലോചിച്ച് സമയം കളയുന്നു, രാത്രി കിടക്കുമ്പോഴും ഇതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു, പഠിക്കാനിരിക്കുമ്പോഴും ഇതിനെക്കുറിച്ച് ആലോചിച്ച് അത് തീർക്കാതെ ഞാൻ ഇത് പഠിച്ചിട്ട് കാര്യമുണ്ടോ, അതറിയാതെ ഞാൻ ഇത് പഠിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്നുള്ള വിചാരിച്ചാണ് നമ്മൾ സമയം കളയുന്നത്. മക്കൾ ഓർക്കുക, ദിസ് ഇസ് നോട്ട് എ ചെയിൻ റിയാക്ഷൻ. ഓക്കെ, ഒന്ന് പഠിച്ചില്ലെങ്കിൽ മറ്റൊന്നിൽ എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല എന്നൊരു റൂൾ ഇവിടെ ഇല്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് ഹൗ ഈസി യു അണ്ടർസ്റ്റാൻഡ് എ ചാപ്റ്റർ ആൻഡ് ഹൗ ഫാസ്റ്റർ യു സോൾവ് ദ ക്വസ്റ്റ്യൻസ് ഫ്രം ദ ചാപ്റ്റർ. അപ്പം അതിനായിട്ട് എൻ്റെ മക്കൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങൾക്ക് പെൻഡിങ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. ഒരു 100 പ്രാവശ്യം മിസ് പറഞ്ഞു തന്നിട്ടുണ്ട്. മേക്ക് എ ലിസ്റ്റ് ഓഫ് യുവർ ബാക്ക്ലോഗ് ചാപ്റ്റേഴ്സ്. അതിൽ നമ്മളിപ്പോൾ എല്ലാം ഒരുമിച്ച് വായിക്കേണ്ട, ബിക്കോസ് നമുക്കിനി റിവിഷൻസ് വരും. വി ഹാവ് അവർ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചസ്, അല്ലെങ്കിൽ നമ്മുടെ XPL വരുന്നുണ്ട്, LMRP വരുന്നുണ്ട്, റിവിഷൻ സെഷൻസ് വരുന്നുണ്ട്. സോ യു ആർ ഗോയിങ് ടു റിവൈസ് ഓൾ ഓഫ് ദോസ് ചാപ്റ്റേഴ്സ് അഗൈൻ. അതിനെക്കുറിച്ച് ഓർത്ത് ഇപ്പം വിഷമിക്കേണ്ട. ഇനി ഇതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ ഈ ബാക്ക്ലോഗ്സ് ചാപ്റ്ററിനെ പെട്ടെന്നൊന്ന് ഓടിച്ച് നോക്കാനുള്ള ഒരു ഈസി വഴി മിസ് പറഞ്ഞുതരട്ടെ. അത് പറഞ്ഞുതരാനാണ് ഞാൻ വന്നത്. ഓക്കെ, സോ ബേസിക്കലി നമ്മൾ നമ്മുടെ ബാക്ക്ലോഗ് ചാപ്റ്റേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി. ഫിസിക്സിൽ ഇത്ര ചാപ്റ്റർ എനിക്ക് പെൻഡിങ് ആണ്, കെമിസ്ട്രിയിൽ ഇത്ര ചാപ്റ്റർ എനിക്ക് പെൻഡിങ് ആണ്, ബയോളജിയിൽ, ബോട്ടണിയിലും സുവോളജിയിലും ഇത്രയും ചാപ്റ്റേഴ്സ് എനിക്ക് പെൻഡിങ് ആണ്. അതിൽ ചെറിയ ചാപ്റ്റേഴ്സ് ഉണ്ടാവുമല്ലോ, ചെറിയ ചാപ്റ്റേഴ്സിന് നമുക്കിപ്പോൾ അവിടെ കുറച്ച് നേരത്തേക്ക് വെക്കാം. അതിനെ നമുക്ക് ലീവ് ചെയ്യാം, ബിക്കോസ് നമ്മൾ അതിനെ ലാസ്റ്റ് പഠിക്കുന്ന സമയത്ത് നമുക്ക് ക്വിക്കായിട്ട് അതിനെ റിവൈസ് ചെയ്തെടുക്കാം. ലെങ്തി ചാപ്റ്റേഴ്സ് ഉണ്ടാവുമല്ലോ, അതിൽ തന്നെ ഹൈ വെയിറ്റേജ് ചാപ്റ്റേഴ്സ് ഉണ്ടാവില്ലേ? നിങ്ങൾക്ക് പെൻഡിങ് ആയി കിടക്കുന്ന ചാപ്റ്റർ, നിങ്ങൾക്ക് ഒന്നും അറിയില്ല, നിങ്ങൾക്ക് പല കാരണങ്ങൾ കൊണ്ട് ക്ലാസ് മിസ്സായി, അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, അതിൽ നിങ്ങൾക്ക് പെൻഡിങ് ആയി കിടക്കുന്ന ഹൈ വെയിറ്റേജ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ടാവുമല്ലോ, അത് നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ വീഡിയോസ് എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ 6, 7, 8 hours ഒക്കെയുള്ള വലിയ വീഡിയോസ് ആയിരിക്കും, അല്ലേ? അപ്പോൾ അത് മൊത്തം നമുക്ക് കാണാൻ പറ്റില്ല. ഇനി നമ്മൾ എത്ര സ്പീഡിൽ കണ്ടാലും നമ്മൾക്ക് അതിലെ എല്ലാ കോൺസെപ്റ്റ്സും മനസ്സിലാക്കി എടുക്കാൻ പറ്റില്ല. സോ വാട്ട് വി വിൽ ഡു, വി റെഫർ ടു ദ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. PYQs നോക്കിയിട്ട് ഈ ചാപ്റ്റേഴ്സിൽ വലിയ ഹൈ വെയിറ്റേജ് ചാപ്റ്റർ ആണെന്ന് പറയുന്നു, എന്നാലും ആ ചാപ്റ്ററിൽ എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ചില ടോപ്പിക്കുകൾ ഉണ്ടാവും, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചില ടോപ്പിക്കുകൾ ഉണ്ടാവും. അത് നമ്മൾ പഠിച്ചെടുക്കും. സേ ഫോർ എക്സാമ്പിൾ, നമ്മൾ ബയോടെക് ചാപ്റ്റർ എടുക്കുമ്പോൾ ബയോടെക് ആപ്ലിക്കേഷനിലെ RNA ഇന്റർഫെറൻസ്, അല്ലെ, എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്ന ഭാഗമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്, എപ്പോഴും DNA ഡബിൾ ഹെലിക്സ് എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്ന ഭാഗമാണ്. സോ ഇങ്ങനെയുള്ള ടോപ്പിക്സ് നമ്മൾ വൃത്തിയായിട്ട് പഠിക്കും. അതിന് നമുക്കൊരു ചെറിയ ഷോർട്ട് വീഡിയോ കണ്ടാൽ മതിയായിരിക്കും, അല്ലേ? നമുക്ക് കോൺസെപ്റ്റ് കിട്ടുമായിരിക്കും. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇനി അത്ര ക്വസ്റ്റ്യൻസ് ഒന്നും വരുന്നില്ല, എന്നാലും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഭാഗമാണെങ്കിൽ NCERT റീഡിങ്. ഓക്കെ, നമ്മളുടെ ആ ചാപ്റ്ററിൽ. അപ്പോൾ നമ്മൾ വീഡിയോ കണ്ട് കോൺസെപ്റ്റ് ഒക്കെ മനസ്സിലാക്കി. ഇനി വീഡിയോ കാണാൻ സമയമില്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് NCERT പോവുക. എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക, അത് അങ്ങോട്ട് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അർത്ഥങ്ങളൊക്കെ മനസ്സിലാവുന്നില്ലെങ്കിൽ, മീനിങ് മനസ്സിലാവുന്നില്ലെങ്കിൽ നമുക്ക് ഗൂഗിളിൻ്റെ ഹെൽപ്പ് എടുക്കാം. ഇപ്പം നമ്മുടെ മെറ്റ AI ഉണ്ട്. ഭയങ്കര ഡിഫിക്കൽട്ട് സെൻറ്റൻസ് നമ്മൾ ഇട്ടിട്ട് ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് തരുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മെറ്റ AI നമുക്ക് ആ സെൻറ്റൻസ് സിമ്പിളാക്കി പറഞ്ഞുതരും. അപ്പം ആ മെത്തേഡ് യൂസ് ചെയ്യാം. അങ്ങനെ ഡിഫിക്കൽട്ടായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാത്ത കോൺസെപ്റ്റ്സ് അങ്ങനെ എടുക്കാം. ആൻഡ് ഓൾസോ എൻ്റെ മക്കൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങളുടെ കൂടെ പഠിക്കുന്ന ഒരുപാട് പേര് അവരൊരുപാട് നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടല്ലോ, എനിക്ക് മാത്രം അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്ത് നിങ്ങൾ വിഷമിക്കുന്നുണ്ടാവും, അല്ലേ? കാരണം എൻ്റെ കൂടെ പഠിച്ചു തുടങ്ങിയവരൊക്കെ എന്നെക്കാളും പഠിച്ച് ഒരുപാട് മുമ്പിലേക്ക് എത്തി. ഞാൻ ഇപ്പോഴും ആ പഴയ ലെവലിൽ തന്നെ സ്റ്റക്കായി നിൽക്കുകയാണ്. സോ നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ടല്ലോ എന്ന് ഓർത്ത് നിങ്ങൾ അവരെ ഓർത്ത് ഈഗോ അടിക്കുകയല്ല വേണ്ടത്. ഇഫ് സംബഡി ഈസ് ഡൂയിങ് സംതിങ് ബെറ്റർ ദാൻ യു, ഇഫ് ദേ ആർ ഡൂയിങ് ബെറ്റർ ഇൻ ലൈഫ്,
യു ക്യാൻ ഫീൽ ഹാപ്പി ഫോർ ദം, ബിക്കോസ് അതിനെക്കുറിച്ച് നിങ്ങൾ ഈഗോ അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ തന്നെ നെഗറ്റീവ് ആക്കി നിങ്ങൾക്കുള്ള മോട്ടിവേഷനും കൂടി പോവേ ഉള്ളൂ. ഓക്കെ, സോ വാട്ട് വി ഡു, ഇഫ് സംബഡി ഈസ് ഡൂയിങ് ബെറ്റർ ദാൻ യു, അവരുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ നോക്കാതെ ടേക്ക് ഹെൽപ്പ് ഫ്രം ദം, ഗെറ്റ് ഇൻസ്പയർഡ് ഫ്രം ദം. വൈ, എന്നെ പോലെ ഒരുപോലെ പഠിച്ചു തുടങ്ങിയ ആളല്ലേ അവനും അല്ലെങ്കിൽ അവളും, പിന്നെ അവർക്ക് എങ്ങനെയാണ് ഇത്ര നന്നായി സ്കോർ ചെയ്യാൻ വരുന്നത്? സോ ദേ ആർ ഡൂയിങ് സംതിങ് അല്ലേ. അപ്പം ഹെൽത്തി ആയിട്ട് ഉള്ള ഒരു കോമ്പറ്റീഷൻ, അതായത് അവരോട് ചോദിച്ച് മനസ്സിലാക്കുക, എങ്ങനെ നിനക്ക് ഇതിൽ ഇത്ര മാർക്ക് മേടിക്കാൻ പറ്റിയത്, ഹൗ യു ആർ ഏബിൾ ടു സ്കോർ, നീ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാറുള്ളത്, നീ എങ്ങനെയാണ് കോൺസെപ്റ്റ് ക്ലിയർ ചെയ്യാറുള്ളത്, നീ എങ്ങനെയാണ് ബാക്ക്ലോഗ്സ് ക്ലിയർ ചെയ്യുന്നത്, ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ട് ചോദിച്ചൂടെ? നിങ്ങളുടെ കൂടെ നന്നായി പഠിക്കുന്ന മക്കളുണ്ടെങ്കിൽ, നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ച് മനസ്സിലാക്കുക, അവരുടെ മെത്തഡോളജീസും യൂസ് ചെയ്യുക. ഇനി എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, മിസ്സേ എനിക്ക് ബാക്ക്ലോഗിൻ്റെ കാര്യം ആലോചിച്ചിട്ടാണ് ഏറ്റവും ടെൻഷൻ, അതറിയാണ്ട് ഞാൻ ഇത് പഠിച്ചിട്ടുള്ള കാര്യമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ഇപ്പോഴത്തെ ക്ലാസ്സും ഇതാക്കും. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ക്ലാസ്സിലെ സമയവും കളഞ്ഞിട്ടുണ്ടെങ്കിൽ അഗെയിൻ ഇതും ബാക്ക്ലോഗ് ആയിട്ട് പെൻഡിങ് ആയി അവസാനം നിങ്ങൾ വല്ലാത്തൊരു അവസ്ഥയിലായിരിക്കും എൻ്റെ പൊന്നു മക്കളെ. അതുകൊണ്ട് പ്ലീസ് മൈ ഫ്യൂച്ചർ ഡോക്ടേഴ്സ്, പ്ലീസ് ഡോണ്ട് മിസ് ദ ഓൺഗോയിങ് ഷെഡ്യൂൾ. ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്ന ലൈവ് ക്ലാസ്സസ്, ഒപ്പം പോയിക്കൊണ്ടിരിക്കുന്ന ഷെഡ്യൂൾ അതുപോലെ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ഒന്നും അറിയില്ലെങ്കിലും കുഴപ്പമില്ല, പോയി ഇരിക്കുക, ക്ലാസ്സിലിരിക്കുക, ക്ലാസ് കാണുക, വീഡിയോ കാണുക, കോൺസെപ്റ്റ് മനസ്സിലാക്കി പോവുക, ക്വസ്റ്റ്യൻ ചെയ്ത് പോകുക. ആൻഡ് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓൺ എ ഡെയിലി ബേസിസ് വാട്ട് എഫേർട്ട് യു പുട്ട് ഇൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ദ സാക്രിഫൈസ് യു മേക്ക് റൈറ്റ് നൗ, അത് നിങ്ങൾക്ക് ടുമോറോ ഇറ്റ്സ് ഗോയിങ് ടു ഗിവ് യു ആൻ അമേസിംഗ് ഫ്യൂച്ചർ. ഇറ്റ് ഈസ് മൈ വേർഡ് ടു യു. ഓക്കെ, നിങ്ങൾ ചെയ്യുന്ന ഹാർഡ് വർക്ക് ഒരിക്കലും വേസ്റ്റ് ആവില്ല. അപ്പോൾ ബാക്ക്ലോഗ് ഈസി ആയിട്ട് ടാക്കിൾ ചെയ്യാനുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞതിൽ ഏറ്റവും പെട്ടെന്ന് നമുക്ക് പെൻഡിങ് ചാപ്റ്റേഴ്സിൻ്റെ ലിസ്റ്റ് ഉണ്ടാക്കുക, ഹൈ വെയിറ്റേജ് എടുക്കുക, അതിൽ ക്വസ്റ്റ്യൻ വന്ന ഭാഗം എടുക്കുക, അത് നമ്മൾ വൃത്തിയായി മനസ്സിലാക്കി പഠിക്കുക, ബാക്കി നമുക്ക് റിവിഷൻ ടൈമിൽ നോക്കാം. ഓക്കെ, ഇപ്പം അങ്ങനെ ഒരു വീക്കിൽ ഒരു ദിവസം അതിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് വെച്ച് പോയത് ഞാൻ മുമ്പ് പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ്. ഓക്കെ, യെസ്. പിന്നെ ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നുണ്ട് സ്റ്റഡി പ്ലാനിൻ്റെ കാര്യം, ഒരു ടൈം ടേബിൾ പറഞ്ഞു തരുമോ മിസ്സേ? ഞങ്ങൾ പലരും പല ടൈമാണെന്ന് അറിയാം, എന്നാലും ഞങ്ങൾക്ക് ഫോളോ ചെയ്യാൻ, ഒരു നീറ്റ് ആസ്പിരൻറ്റിന് ഫോളോ ചെയ്യാൻ ഒരു സ്റ്റഡി ടൈം ടേബിൾ. ഒരു ഐഡിയൽ നീറ്റ് ആസ്പിരൻറ്റ് according to me shouldn't be following anybody's study timetable, because if you are self motivated you will have a study plan which is already running. പക്ഷേ അതൊരിക്കലും ഒരു ഡോണ്ട് സ്റ്റിക്ക് ടു ദ സെയിം പ്ലാൻ ഫോർ എവർ. യു ക്യാൻ കീപ് ചേഞ്ചിങ് യുവർ പ്ലാൻ, ബിക്കോസ് നിങ്ങളുടെ റുട്ടീനിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുമ്പോൾ യു വിൽ ഓൾസോ ബി ഏബിൾ ടു ബോറടിക്കാതെ, നിങ്ങൾക്കത് മോണോട്ടണസ് ആയിട്ട് തോന്നാതെ നിങ്ങൾക്കത് ഫോളോ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പം ഏർലി മോർണിംഗ് പഠിക്കുന്നവരാണെങ്കിൽ ഐ വിൽ സേ ഒരു 5 ഒക്കെ ആകുമ്പോൾ എണീക്കുക, അല്ലേ? ഏർലി മോർണിംഗ് ഒരു ഹാഫ് ആൻ അവർ മെഡിറ്റേഷൻ ചെയ്യുക, വെരി ഇമ്പോർട്ടൻറ്റ്. കുറച്ച് ഫിസിക്കൽ എക്സസൈസ് ചെയ്യുക. ആദ്യമാണെങ്കിൽ ഞാൻ പറഞ്ഞേനെ നിങ്ങൾ ആദ്യം എണീറ്റ് ഫ്രഷ് ആയിട്ട് പെട്ടെന്ന് തന്നെ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യാന്ന് പറയണേ, നോ. But I am telling you children, wake up early, very important. Okay, രാവിലെ എണീക്കാൻ പറ്റുന്നവരാണെങ്കിൽ രാവിലെ എണീറ്റ് നിങ്ങൾ ഒന്ന് മോർണിംഗ് റുട്ടീനൊക്കെ ചെയ്ത് ഫ്രഷ് ഒക്കെ ആയിട്ട് കുറച്ച് നേരം മെഡിറ്റേറ്റ് ചെയ്യുക. മെഡിറ്റേഷൻ നിങ്ങളുടെ ബ്രെയിനിനെ കാം ചെയ്യാനും കോൺസെൻട്രേഷൻ കൂട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അതിനുശേഷം നിങ്ങളൊരു ഹാഫ് ആൻ അവർ ഫിസിക്കൽ വർക്കൗട്ട് ചെയ്യുക, വാക്ക് ചെയ്യുക. വർക്കൗട്ട് ചെയ്യുന്നവർക്ക്, എക്സസൈസസ് ചെയ്യുന്നവർക്ക് അത് ചെയ്യാം, വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നവർക്ക് അത് ചെയ്യാം. യു ഹാവ് ടു വർക്കൗട്ട് എവറി സിംഗിൾ ഡേ. ഓക്കെ, അതും കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് അപ്പം കഴിക്കുന്നവരാണെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റുട്ടീനിലേക്ക് വരാം. ഒരു 6 AM to 8 AM ഇൻ ദ മോർണിംഗ് ഒരു 2 hours നിങ്ങൾ നിങ്ങളുടെ റിവിഷൻസിന് വേണ്ടിയിട്ട് ചെലവഴിക്കുക. നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള സബ്ജക്റ്റ് രാവിലെ വായിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അത് നിങ്ങളുടെ ഏറ്റവും നല്ല സമയമാണെങ്കിൽ യു ക്യാൻ സ്റ്റാർട്ട് റീഡിങ് വിത്ത് എ പോസിറ്റീവ് മൈൻഡ്. ഓക്കെ, പെട്ടെന്ന് ചെയ്യാൻ കിട്ടുന്ന ടോപ്പിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. അതിനുശേഷം നെക്സ്റ്റ് അങ്ങനെ മോർണിംഗ് നമുക്കൊരു 2 hours എടുക്കാം. 8 o'clock ആകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ആൻഡ് ആഫ്റ്റർ ദാറ്റ് യു ക്യാൻ ഗെറ്റ് റെഡി. ക്ലാസ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ്സുകളിലേക്ക് പോകാം. ഇപ്പോൾ 9 AM to 5 PM നിങ്ങളുടെ ഓൺലൈനോ ഓഫ്ലൈനോ ക്ലാസ്സുകളുള്ള മക്കളാണെന്ന് വിചാരിക്കുക. അപ്പോൾ 5 മണിക്ക് ശേഷം നിങ്ങൾ വീണ്ടും വീട്ടിൽ വരുന്നു. ഒരു 5 മുതൽ 5:30 വരെയൊക്കെ നിങ്ങൾ റിലാക്സ് ചെയ്യുന്നു, ഒന്ന് റെസ്റ്റ് എടുക്കുന്നു, വെറുതെ ഇരിക്കുന്നു, അല്ലേ? ഒരു 5:30 മുതൽ നിങ്ങൾ കുറച്ചൊരു വാക്കിന് പോകുന്നു, അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് സംസാരിക്കുന്നു, അല്ലെ? നിങ്ങൾക്ക് അങ്ങനെ ഫാമിലിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാം. ഒരു 6 o'clock, ഒരു 6:30 വരെ നിങ്ങൾ കുളിക്കുക, ജപിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഒരു 6:30 വരെ നിങ്ങൾ occupied ആയിട്ടിരിക്കുന്നു. Again at 6:30 you are going to start your next study schedule. അതായത് 6:30 to 7:30 നിങ്ങൾ അന്ന് എന്തൊക്കെ പഠിച്ചോ, 7:30 പോരെങ്കിൽ 6:30 to 8 എന്നുള്ള ടൈം എടുക്കുക. അന്ന് എന്തൊക്കെ നിങ്ങൾ നിങ്ങളുടെ ക്ലാസ്സുകളിൽ പഠിച്ചോ അതൊന്ന് ഓടിച്ച് നോക്കുക, ഒന്ന് റിവൈസ് ചെയ്യുക. ദെൻ 8 o'clock you will have your dinner. After your dinner നിങ്ങളൊന്ന് ചെറിയൊരു വാക്കിന് പോകും. സോ ഒരു 8 to 9 നിങ്ങൾ occupied ആയിരിക്കും. Again you are coming back to your study. 9 to 11, അതായത് 9 to 10, 10 to 11 അങ്ങനെ നിങ്ങൾക്കൊരു ഷെഡ്യൂൾ വെക്കാം. 9 to 10 നിങ്ങൾ
അഗെയിൻ ദ നെക്സ്റ്റ് ടോപ്പിക് യു ആർ ഗോയിങ് ടു ടേക്ക്. നിങ്ങൾക്ക് ഈ ബാക്ക്ലോഗ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്നത് ആ ഭാഗം പഠിക്കാനായിട്ട് നിങ്ങൾ 9 to 10, 10 to 11 അങ്ങനെ ഒരു 2 hour സ്ലോട്ട് നിങ്ങൾ എടുക്കുകയാണ് അല്ലേ. സോ ഇൻ ദിസ് വേ എന്നിട്ട് ഒരു 11 മണിയാകുമ്പം നിങ്ങൾ ഒന്ന് റെസ്റ്റ് എടുത്ത് വീണ്ടും ചെറിയൊരു മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നു. ഒരു 11:30 വരെ ഒന്ന് ഡീപ് ബ്രീത്തിങ് ഒക്കെ എടുത്തൊന്ന് റിലാക്സ് ചെയ്യുന്നു. അടുത്ത ദിവസത്തെ പ്ലാൻ എന്താണെന്ന് എഴുതി വെക്കുന്നു. അടുത്ത ദിവസം നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഒരു 11:45 11:30 നിങ്ങൾ കിടന്ന് ഉറങ്ങാൻ പോകുന്നു. ഓക്കെ, സോ ആൻഡ് അഗെയിൻ വർക്കിംഗ് അപ്പ് അറ്റ് 5 ഓൺ ദ നെക്സ്റ്റ് ഡേ യു ആർ ഗോയിങ് ടു ഫോളോ ദ ഷെഡ്യൂൾസ്. ഇത് രാത്രി ഇരുന്ന് പഠിക്കാതെ ഒരു രാത്രി ആ ഒരു സമയമൊക്കെ ഇരുന്ന് ഉറങ്ങാൻ പറ്റുന്ന, ഐ മീൻ നേരത്തെ കിടന്നിട്ട് നേരത്തെ എണീക്കാൻ പറ്റുന്നവർക്ക് ഇതിലും ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കി ഫോളോ ചെയ്യാം. രാത്രി മുഴുവൻ ഇരുന്ന് പഠിച്ച് അതിരാവിലെ എണീക്കണം എന്നുള്ളവർക്കാണെങ്കിലും ഇത് ഫോളോ ചെയ്യാം. വാട്ട് ഐ എം സേയിങ് ഈസ് whatever you follow, being consistent is very very important. സ്റ്റഡി പ്ലാൻസ് എനിക്ക് വന്നിട്ട് നിങ്ങൾക്ക് ഒരു 100 സ്റ്റഡി പ്ലാൻ പറഞ്ഞു തരാൻ പറ്റും. മെറ്റ എഐനോട് ചോദിച്ചാൽ മെറ്റ എഐ നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം അനുസരിച്ചുള്ള സ്റ്റഡി പ്ലാനും പറഞ്ഞു തരും. സോ വാട്ട് ഐ എം ടെല്ലിങ് ഈസ് പ്ലീസ് മേക്ക് ഷുവർ യു ഡെഡിക്കേറ്റ് അറ്റ്ലീസ്റ്റ് എ മിനിമം ഓഫ് 2 hours in the morning and 3 hours in the evening for your study. ഓക്കെ, 2 in the morning and 3 in the evening മിനിമം ആണ്. ഓക്കെ, അതിൽ കൂടുതൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലത്. സോ ഐ ഹോപ്പ് ഇനി അങ്ങോട്ടാണെങ്കിലും നമുക്കൊരു ഫ്രഷ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഞാൻ നിങ്ങൾക്ക് സ്റ്റഡി പ്ലാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് ബാക്ക്ലോഗ് എങ്ങനെ ടാക്കിൾ ചെയ്യാന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ എങ്ങനെ മറ്റുള്ളവരിൽ നിന്നും ഇൻസ്പയർഡ് ആയി പഠിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾ യൂട്യൂബ് ഒക്കെ എടുത്ത് നോക്കുമ്പോഴേക്കും നിങ്ങൾക്ക് കുറേ പേരുടെ സ്റ്റഡി റൂട്ടീൻ കാണുമായിരിക്കും അല്ലെ. എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് അത്. മിസ്സേ ഞാൻ പഠിക്കാന്നൊക്കെ വിചാരിക്കും, യൂട്യൂബ് എടുത്ത് നോക്കുമ്പോൾ മൈ നീഡ് സ്റ്റഡി റൂട്ടീൻ എന്ന് പറഞ്ഞ് കുറേ പേര് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടാവും അവരുടെ സ്റ്റഡി പ്ലാൻ. അത് കാണുമ്പോൾ എനിക്ക് ആങ്സൈറ്റി ആവും. മിസ്സേ ഞാൻ ഒന്നും ചെയ്യുന്നില്ലോ എന്നോർത്ത് എനിക്ക് ആങ്സൈറ്റി ആവും. ദിസ് ഇസ് വാട്ട് ഐ ടോൾഡ് യു. ഓക്കെ, വെൻ others are doing something better than you, don't get demotivated. That's not a right attitude. You see that, get inspired. അതിൽ നിന്ന് ഇൻസ്പിറേഷൻ എടുക്കുക, നമുക്കൊരു പ്ലാൻ ഉണ്ടാക്കുക. നിങ്ങളും വേണമെങ്കിൽ വീഡിയോ ആക്കി ഇട്ടോടാ, നിങ്ങളും വ്ളോഗിങ് ചെയ്യും. യു ഓൾസോ അപ്ലോഡ് ഇൻ യുവർ ചാനൽ. നോ, അതിന് നമ്മൾക്ക് ആർക്കും പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ. ഓക്കെ, നിങ്ങളും വ്ളോഗ് ഇട് എൻ്റെ സ്റ്റഡി പ്ലാൻ ഇതാണെന്ന് പറഞ്ഞിട്ട്. ബട്ട് ഐ സജസ്റ്റ് എപ്പോഴും അതിനെ ഒരു നെഗറ്റീവായിട്ട് എടുക്കാതെ when somebody is doing better than you, get inspired, learn from them, അല്ലെങ്കിൽ work with them. അവരെ മെസ്സേജ് അയച്ച് ചോദിക്കുക, നിങ്ങൾ എങ്ങനെയാണ് പഠിക്കുന്നത്, എനിക്കും കൂടി പറഞ്ഞു തരുമോ, ഇതെങ്ങനെയാണ് ഇതിന് എത്ര മാർക്ക് കിട്ടുന്നത്, എന്ത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. Use that to improve yourself. Okay, so don't feel demotivated, don't feel negative, don't overthink, because നമ്മുടെ NEET exam നാളെയല്ല. We have a long way to go, my future doctors. All the very best.